നമസ്കാരം. ഈസി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. നമ്മൾ സാധാരണ പലിശയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 3 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻ വീഡിയോകളിലായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ കാണുക. ഓക്കെ, അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പം നമുക്ക് ടൈപ്പ് 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സാധാരണ പലിശയിൽ ഒരു തുക 4 വർഷം കൊണ്ട്, സാധാരണ പലിശയിൽ ഒരു തുക 4 വർഷം കൊണ്ട് 9600 രൂപയായി. 7 വർഷം കൊണ്ട് 10800 രൂപയും ആയി എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ബാങ്ക് ഒരു എമൗണ്ട് കൊണ്ടിടുന്നു, കുറേ വർഷം കഴിഞ്ഞു നമ്മൾ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ പലിശയും കൂടെ ചേർത്തൊരു എമൗണ്ട് ആയിട്ട് കിടക്കും. ശരിയല്ലേ? നമ്മളൊരു 10000 രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പം അതിൻ്റെ പലിശ എല്ലാം അതിനകത്ത് ആഡായി ഒരു എമൗണ്ട് 10000 കൂടുതൽ ഒരു എമൗണ്ട് ആയിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ പറയും 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുന്നത്, 10 വർഷം കൊണ്ട് ഈ 10000 രൂപ ഇത്ര എന്ന് പറയത്തില്ലേ? ഒരു 13000 രൂപയായെങ്കിൽ നിങ്ങൾ പറയും 10 വർഷം കൊണ്ട് 10000 രൂപ 13000 രൂപയായി, അത് ഈ 10000 എൻ്റെ സ്വന്തവും 3000 രൂപ പലിശ എന്ന് പറയും. ഓക്കെ, അതേപോണക്ക് സാധാരണ പലിശയിൽ ഒരു തുക 4 വർഷം കൊണ്ട് 9600 രൂപയായി. അപ്പം 4 വർഷം കൊണ്ട് 9600 രൂപയായെങ്കിൽ ഉറപ്പായിട്ടും ഈ 9600-നകത്ത് 4 വർഷത്തെ പലിശയുണ്ട്. ശരിയല്ലേ? ഈ 9600-നകത്ത് 4 വർഷത്തെ പലിശ ഉണ്ട്. അപ്പം അത് നമ്മൾ കണ്ടെത്തണം. ആ 4 വർഷത്തെ പലിശ ഇതിനകത്ത് മാറ്റിയിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടെത്തണം. മുതൽ നമ്മൾ നിക്ഷേപിച്ച തുക കണ്ടുപിടിക്കണം. അത് വെച്ചായിരിക്കും നമ്മൾ ഈ പലിശ നിരക്കിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പം 4 വർഷം കൊണ്ട് 9600 രൂപയായി. അപ്പം നമ്മുടെ ലക്ഷ്യം, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം 4 വർഷത്തെ പലിശ എങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ പറയുന്നു 7 വർഷം കൊണ്ട് ആ തുക 10800 രൂപയായി. അപ്പം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം ഈ 7 വർഷത്തെ പലിശ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. 4 വർഷം കഴിഞ്ഞ് എന്ന് നോക്കിയപ്പോൾ 9600. ഓരോ വർഷം അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് അല്ലേ? ആണ്. 4 വർഷം കഴിഞ്ഞ് 7 വർഷത്തിലോട്ട് എത്തണമെങ്കിൽ 3 വർഷത്തെ ഒരു കാത്തിരിപ്പുണ്ട്. ശരിയല്ലേ? അപ്പം ആ 3 വർഷം കൊണ്ട് ഇവിടെ കൂടിയേക്കുന്നത് ഉറപ്പായിട്ട് 3 വർഷത്തെ പലിശ ആയിരിക്കത്തില്ലേ? ശരിയല്ലേ? ബാങ്കിൽ നമ്മളൊരു എമൗണ്ട് കൊണ്ടിട്ടിട്ട് പിന്നെ വീട്ടിൽ വന്നിരുന്നാൽ പിന്നെ അവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പലിശയാണ്. അപ്പൊ 4 വർഷം കൊണ്ട് 9600 രൂപയായി ബാങ്ക് ബാലൻസ് പരിശോധിച്ചപ്പം പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞ് എന്ന് നോക്കിയാൽ 10800 ആയി. എന്ന് വെച്ചാൽ അവിടെ കൂടി നിൽക്കുന്നത് ഇത്രയും ഗ്യാപ്പിലെ മീൻസ് 3 വർഷത്തെ പലിശയാണ്. ഓക്കെ ആണേ? അപ്പൊ അത് കണ്ടെത്താൻ ഇത് നമ്മളുടെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ നമുക്കൊന്ന് ഡിഫറൻസ് എടുക്കാം. 10800 അതിനകത്ത് നിന്ന് 9600 രൂപ അങ്ങ് മാറ്റുന്നു. 0 0 8 62 10 1 9 1. അപ്പൊ 1200 രൂപ ഇവിടെ ആൾറെഡി കൂടി നിൽപ്പുണ്ട്. അപ്പം 3 വർഷത്തെ പലിശയാണ് ഈ 1200. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുന്നു, ഇവിടുത്തെ ഡിഫറൻസ് എടുക്കുന്നു. ഈ വർഷത്തെ പലിശയായിരിക്കും ഇത് 1200. അതായത് 3 വർഷത്തെ പലിശ 1200 രൂപയാണെങ്കിൽ നമുക്ക് 1 വർഷത്തെ പലിശ പറഞ്ഞൂടെ? അപ്പൊ 3 വർഷം കൊണ്ട് എനിക്ക് 1200 രൂപ പലിശ ലഭിച്ചെങ്കിൽ ഓരോ വർഷം എത്ര രൂപ ലഭിച്ചിട്ടായിരിക്കും ഈ 1200 രൂപ പലിശ ലഭിച്ചത്? സാധാരണ പലിശ ആയതുകൊണ്ട് നമുക്ക് ഈ 1200-നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. കാരണം ഓരോ വർഷവും കിട്ടുന്ന പലിശ തുല്യമാണ് സാധാരണ പലിശയിൽ. ഓക്കെ, ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന പലിശ തുല്യമാണ് സാധാരണ പലിശയിൽ. നേരെ മറിച്ച് കൂട്ടുപലിശ എടുത്തപ്പം ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന പലിശയുടെ എമൗണ്ട് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ 1200-നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 12 400 എന്ന് കിട്ടും. ഈ 400 രൂപയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ 1 വർഷത്തെ പലിശ. അപ്പോൾ 1 വർഷത്തെ പലിശ 400 ആണെങ്കിൽ നമുക്ക് 4 വർഷത്തെ പലിശ കണ്ടുപിടിച്ചുകൂടെ? കണ്ടുപിടിക്കാം. 4 × 400 ആയിരിക്കും 1600 രൂപ. 1600 രൂപ. ഇനി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ 4 വർഷത്തെ പലിശയായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഇതിനകത്തുനിന്ന് കുറച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് പറയാം. അപ്പൊ നമുക്കിനി പ്രിൻസിപ്പൽ എമൗണ്ട് പറയാം. 4 വർഷം കൊണ്ട് 9600 രൂപ ആയിട്ടുണ്ട്. ഈ 9600 രൂപയിൽ 4 വർഷത്തെ പലിശ കിടപ്പുണ്ട്. 4 വർഷത്തെ പലിശ 1600 ആണ്. അപ്പൊ 1600 കളഞ്ഞാൽ ബാക്കി 8000. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ക്ലിയർ അല്ലേ?
ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിയതിനെ ഒന്നും ചിന്തിക്കാനില്ല. പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടിയ ഇനി നമുക്ക് പലിശ നിരക്ക് പറയാം. നമുക്ക് ഒരു വർഷം ലഭിക്കുന്ന പലിശ 400 രൂപയാണ്. ഈ 8000ന്റെ എത്ര % ആണ് ഈ 400 എന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് പലിശ നിരക്കാം. കാരണം 8000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നു, ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 400 രൂപ പലിശ ലഭിക്കുന്നു. അപ്പൊ 8000ന്റെ എത്ര % ആണ് 400 എന്ന് നോക്കിയാൽ അത് പലിശ നിരക്കാണ്. ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 8000ന്റെ എത്ര % ആണ് 400 എന്ന് കണ്ടെത്താൻ 8000 താഴെ എഴുതുക, 400 മണ്ടയിൽ എഴുതുക, ഇതിന്റെ ഒരു 100 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പലിശ നിരക്ക് കിട്ടും 6. ഓക്കെ, ഈ 2 0 ഈ 2 0 കട്ട്, 5ഉം 80 കട്ട്, 4 80 കട്ട് 20, 100/20 5%. അപ്പൊ 5% പലിശ നിരക്കാ ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് ചിന്ത വന്നില്ലെങ്കിൽ I=PNR ഉപയോഗിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. I=PNR/100. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് എടുക്കുക. 1200 ഇൻട്രസ്റ്റ് എടുക്കാം, പക്ഷെ 3 വർഷത്തെ ആണെന്നേ ഉള്ളൂ. 400 എടുക്കാം, 1 വർഷത്തെയാ. 1600 എടുക്കാം, 4 വർഷത്തെയാ. ഇതെല്ലാം പലിശകളാണ്. അപ്പൊ ഏത് പലിശ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ 400 എടുക്കുന്നു, 1 വർഷത്തെ. ചെറുതായതുകൊണ്ടാണ് 400 എടുത്തത് കേട്ടോ. ചുമ്മാ ചെയ്യുക. P എന്ന് പറഞ്ഞാൽ 8000 ആണ്. N എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. അല്ല, എണ്ണെന്നറിയാലോ. ഈ 400 എത്ര വർഷത്തെ പലിശയാണ്? 1 വർഷത്തെ പലിശയല്ലേ. അപ്പൊ N-ന്റെ സ്ഥാനത്ത് 1, 6 ആണല്ലോ അറിഞ്ഞൂടാത്തത്, /100. ഈ 2 0 2 0 കട്ട്, ഈ 80 ഇപ്പുറത്തോണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ 6 കിട്ടും. 400/80, 0 0 കട്ട്, 40/8 5%. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 8000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ആ 8000ന്റെ എത്ര % ആണ് ഈ 400 എന്ന് നോക്കിയാൽ മതി. കാരണം 400 1 വർഷത്തെ പലിശയാണ്. അപ്പം 1 വർഷത്തെ പലിശ എത്ര ആണോ അതായിരിക്കുമല്ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിന്റെ നിരക്കായിരിക്കുമല്ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ഒരു തുക 2 വർഷം കൊണ്ട് 13,440 രൂപയായി. എഴുതി വെച്ചാലോ. 2 വർഷം കൊണ്ട് ഒരു തുക 13,440 രൂപയായി. വീണ്ടും പറയുന്നു, 2 വർഷം കൊണ്ട് 13,440 ആയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 വർഷത്തെ പലിശയുണ്ട്. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ആദ്യത്തെ വഴി. അത് കണ്ടുപിടിച്ചതിനൊന്ന് കുറച്ച് പ്രിൻസിപ്പൽ എമൗണ്ടിൽ എത്തണം. ഓക്കെ, 5 വർഷം കൊണ്ട് 15,600 രൂപയുമായി. അപ്പൊ 5 വർഷം കൊണ്ട് 15,600 രൂപയുമായി. അപ്പൊ ഇവിടെ എത്ര വർഷത്തെ ഗ്യാപ്പാ ഉള്ളത്? 3 വർഷത്തെ ഗ്യാപ്പാ ഉള്ളത്. ഈ 3 വർഷം കൊണ്ട് ഇവിടെ എത്ര കൂടി നിൽക്കുന്നോ അത് 3 വർഷത്തെ പലിശ ആയിരിക്കും, സർവ്വസാധാരണമായിട്ടും ആയിരിക്കും. ഇപ്പൊ 2 വർഷം കൊണ്ട് 13,440 ആയി, 5 വർഷം കൊണ്ട് 15,600 ആയി. ഇവിടെ കൂടി നിൽക്കുന്നത് ഉറപ്പായിട്ടും ഇവിടുന്ന് ഇവിടം വരെ എത്ര വർഷമുണ്ട്? 3 വർഷം. 3 വർഷത്തെ പലിശ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. കുറച്ചാൽ മതി. 15,600 അതിൽ നിന്ന് 13,440 കുറയ്ക്കണം. 13,440 കുറയ്ക്കണം. കുറച്ചോ? 0 നിന്ന് 0 പോയ 0, 10 4 പോയ 6, 5 നിന്ന് 4 പോയ 1, 5 നിന്ന് 3 പോയ 2, 2,160. ഇത് 3 വർഷത്തെ പലിശ. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തെ പലിശ എത്ര? സാധാരണ പലിശ ആയതുകൊണ്ട് എല്ലാ വർഷവും പലിശകൾ സെയിം ആയിരിക്കും. അപ്പൊ 3 വർഷം കൊണ്ട് 2,160 രൂപ പലിശ ലഭിച്ച അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് 1 വർഷത്തെ പലിശ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 2,160നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7 3 21, 6 2 0 0 720 രൂപ. അപ്പൊ 720 രൂപ 1 വർഷത്തെ പലിശ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ പലിശ എത്ര? ഇപ്പൊ 2 വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 2 × 720 ആണ്. 0 4 7 2 14. ഓക്കെ, 1,440 രൂപ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര എന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിച്ച തുക 2 വർഷം കൊണ്ട് 13,440 ആയിട്ടുണ്ട്. 13,440. ഇതിൽ 2 വർഷത്തെ പലിശയുണ്ട്. 2 വർഷത്തെ പലിശ 1,440 കേട്ടോ. അപ്പം 13,440 നിന്ന് 2 വർഷത്തെ പലിശ നമ്മൾ മാറ്റുന്നു. 1,440 രൂപ മാറ്റുന്നു. 0 0 0 2 1 12,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട്. ക്ലിയർ അല്ലേ?
അപ്പൊ 12,000 രൂപ പ്രിൻസിപ്പൽ എമൗണ്ട് ആണെങ്കിൽ അതിന്റെ എത്ര ശതമാനമാണ് ഈ ഒരു വർഷത്തെ പലിശയായ 720 എന്ന് നോക്കിയാൽ മതി. 12,000ന്റെ എത്ര ശതമാനമാണ് 720? അത് കണ്ടെത്താൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പറയാൻ പോവാണ്. 6, അതായത് പലിശ എടുക്കുക 720, അതിനെ 12,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ 2 പൂജ്യവും ഈ 2 പൂജ്യയുടെ കട്ട്, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യയുടെ കട്ട്. 72/12, 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടും, 6 അല്ലേ? അപ്പൊ 6% പലിശ നിരക്ക്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഓക്കെ, ചോദ്യം നമ്പർ 3. സാധാരണ പലിശയിൽ ഒരു തുക 3 വർഷം കൊണ്ട് 7,840 രൂപയും 5 വർഷം കൊണ്ട് 8,400 രൂപയും ആകുന്നു. ഒന്ന് എഴുതി വെച്ചാലോ, പലിശ നിരക്ക് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ 3 വർഷം കൊണ്ട് 7,840, 5 വർഷം കൊണ്ട് 8,400. അപ്പൊ 2 വർഷം, 3, 5 ആയിരിക്കുന്നത് 2 വർഷം. 2 വർഷം കൊണ്ട് 7,840 എന്നുള്ളത് 8,400 ആയിട്ടുണ്ട്. എത്ര കൂടി? കുറയ്ക്കണം. 8,400 നിന്ന് 7,840 രൂപ നമ്മൾ കുറയ്ക്കുക. 0, 10, 4, 6, 8, 5, 13. ഓക്കെ, 560 രൂപ. ഇപ്പൊ 2 വർഷം കൊണ്ട് അവിടെ കൂടിയത് 560 രൂപയാണ്. 560 രൂപ. അങ്ങനെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് കൂടുന്ന എത്ര ആയിരിക്കും പലിശ? ഇത് 2 വർഷത്തെ പലിശ ചെയ്ത് കേട്ടോ. 2 വർഷത്തെ പലിശയാണ് 560. കാരണം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത് പലിശയാണ്. 2 വർഷം കൊണ്ട് 560 രൂപ കൂടിയെങ്കിൽ ഇത് 2 വർഷത്തെ പലിശ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എത്ര? 560നെ 2 ഡിവൈഡ് ചെയ്താൽ മതി, 280. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ പലിശ എത്ര? അതെന്തോ 3 വർഷത്തെ പലിശ കണ്ടെത്താനുള്ള ദിവസം ഇവിടെ 3 വർഷം കിടക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, 5 വർഷത്തെ പലിശ കണ്ടെത്തി ഇതിന്ന് കുറച്ചാലും മതി, 3 വർഷത്തെ പലിശ കണ്ടെത്തി ഇതിന്ന് കുറച്ചാലും മതി. 3 വർഷം കൊണ്ട് 7,840 ആയെങ്കിൽ ഇതിനകത്ത് 3 വർഷത്തെ പലിശയാണുള്ളത്. 5 വർഷം കൊണ്ട് 8,400 ആയെങ്കിൽ അതിനകത്ത് 5 വർഷത്തെ പലിശയാണുള്ളത്. അപ്പൊ 5 വർഷത്തെ പലിശ മാറ്റിയാലാണ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ഏത് വേണേലും എടുക്കാം, അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ 3 വർഷത്തെ പലിശ 3 × 280 ആണ്. 0, 3 24, 3 2 6 7 8, 840 രൂപ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,840 840 രൂപ മാറ്റിയാൽ മതി, 7,000 രൂപ. ഇപ്പൊ 7,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ആ പ്രിൻസിപ്പൽ എമൗണ്ടിനകത്ത് ഒരു വർഷത്തെ പലിശ 280 രൂപ കിട്ടണമെങ്കിൽ എത്ര ശതമാനമായിരിക്കും പലിശ നിരക്ക്? അത് കാൽക്കുലേറ്റ് ചെയ്താൽ പലിശ നിരക്ക് കിട്ടും. ഓക്കെ, അപ്പം 280 ഒരു വർഷത്തെ പലിശ. 7,000-നാണ് ഓരോ വർഷവും 280 രൂപ വെച്ച് പലിശ കിട്ടുന്നത്. ഇൻറ്റു 100 അടിച്ചാൽ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ 2 പൂജ്യം 2 പൂജ്യയുടെ കട്ട്, 0 0യുടെ കട്ട്, 28/7, 4%. അങ്ങനെ ഒരു ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ചോദ്യം നമ്പർ 4. സാധാരണ പലിശയിൽ ഒരു തുക 6 വർഷം കൊണ്ട് 6,500 ആയി. അപ്പൊ 6 വർഷത്തെ പലിശ അതിനകത്തുണ്ട്, അതെത്ര നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, 8 വർഷം കൊണ്ട് 3,000 രൂപയായി. 8 വർഷം കൊണ്ട് 3,000 രൂപ, 3,000 അല്ലേ 7,000 രൂപ. ഓക്കെ, അപ്പൊ 6 8 2 വർഷം. അപ്പൊ 2 വർഷം കൊണ്ട് അവിടെ കൂടിയത് എത്രയാണ്? 2 വർഷം കൊണ്ട് അവിടെ കൂടിയേക്കുന്നത് 500 രൂപയാണ്. 2 വർഷം കൊണ്ട് കൂടിയേക്കുന്നത് 500 രൂപയാണ്. ശരിയല്ലേ? 6 500 7,000 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വർഷത്തെ പലിശ 250 രൂപയാണ്. അതെങ്ങനെ 250 കിട്ടിയത്? 500ന്റെ പകുതി എടുത്ത്. 2 വർഷം കൊണ്ട് എനിക്ക് 500 രൂപ നേടാൻ പലിശ എനിക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഒരു വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞത് 250 രൂപ ആയിരിക്കുമല്ലോ. അടുത്ത വർഷം 250, 2 വർഷം കൊണ്ട് 500. അങ്ങനെയാണെങ്കിൽ 6 വർഷത്തെ പലിശ എത്ര ആയിരിക്കും? 6 വർഷത്തെ പലിശ 6 × 250, ഓരോ വർഷം 250 കിട്ടുമല്ലേ. 6 × 250 എത്ര? 1,500 രൂപ. അതായത് 6 വർഷം കൊണ്ട് 6,500 ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും 6 വർഷത്തെ പലിശയുണ്ട്. അതെടുത്ത് മാറ്റ്. 6 വർഷത്തെ പലിശ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, 1,500. അപ്പോൾ നമുക്ക് 5,000 കിട്ടും. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദ്യമെങ്കിൽ, അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയാണ് ചോദ്യമെങ്കിൽ 5,000 അവിടെ തീരുവ പരിപാടി. നിങ്ങൾ ഓപ്ഷൻ നോക്കി 5,000 കറുപ്പിച്ചാൽ മതിയാവും. പക്ഷെ ഇവിടെ നമുക്ക് പലിശ നിരക്കാ ചോദ്യം. അപ്പൊ ഈ 5,000ന്റെ എത്ര പെർസെന്റേജ് ആണ് ഇതിന്റെ ഒരു വർഷത്തെ പലിശ 250 എന്ന് നോക്കിയാൽ മതി. 5,000ന്റെ എത്ര പെർസെന്റേജ് ആണ് 250? അത്രയേ ഉള്ളൂ.
ഓക്കെ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ 250/5000 ഇൻറ്റു 100. 2 പൂജ്യം 2 പൂജ്യയുടെ കട്ട് 0 0യുടെ കട്ട് 25/5 5% പലിശ നിരക്ക്. ഓക്കെ, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ഇവിടെ വെച്ച് നിർത്തുവാണ്. പക്ഷെ കഴിഞ്ഞ ടൈപ്പ് 3 കഴിഞ്ഞ വീഡിയോ ആണ്, പാർട്ട് 2. കാണാത്തൊരു കാണുക. ആ പാർട്ട് 2-നകത്തെ ടൈപ്പ് 3 അതിനകത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്ത് കാൽക്കുലേഷൻ ചെയ്തപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചേക്കുവാണ് കേട്ടോ. ഒരു തവണ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്. അതിനു മുമ്പ് നിങ്ങളാണ് മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചത്, അതിനുവേണ്ടി ഒരു നന്ദി അറിയിക്കുന്നു. ഓക്കെ, തുക മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച കുട്ടികൾക്കെല്ലാം നന്ദി. അപ്പോൾ ചോദ്യം, ഒരു തുക 12% സാധാരണ പലിശ നിരക്കിൽ 15 വർഷം നിക്ഷേപിച്ചപ്പോൾ 4760 രൂപ ആയി. നിക്ഷേപിച്ച തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതെന്തുവാ? ഒരു തുക 12% പലിശ നിരക്കിലാണ്. അപ്പൊ 6ആണത്. 15 വർഷം നിക്ഷേപിച്ചു. ഓക്കെ, അപ്പൊ അത് 4760 രൂപയായി. ഈ 4760 നമ്മൾ നിക്ഷേപിച്ച തുകയല്ല, 15 വർഷം കൊണ്ട് ആയിത്തീർന്നതാ. ഈ 15 വർഷം കൊണ്ട് ആയിത്തീർന്നത് നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും കൂടെ അടങ്ങുന്നുണ്ട്. അത് രണ്ടിന്റെയും കൂടെ ടോട്ടലായത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിക്ഷേപിച്ച തുകയില്ല, ഇല്ല, പലിശയും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും I=PNR എന്ന് പറയുന്ന റിസൾട്ട് ആദ്യം കയറി ഉപയോഗിക്കുന്നത് അത്ര ബുദ്ധിയല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഓരോ വർഷം 12% വെച്ച് പലിശ ലഭിക്കുന്നുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 വിചാരിക്കുക. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും 100% നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് തിരികെ ലഭിക്കുന്ന തുക എ എന്ന് പറയുന്നത് എപ്പോഴും പിയും ഐയും കൂടെ ചേരുന്നതാണ്. ഇൻട്രസ്റ്റ് കൂടെ പിയും ഐയോടെ ചേരുന്നതാണ്. ഇവിടെ പി എന്ന് പറയുന്നത് എമൗണ്ട്, തിരികെ ലഭിക്കുന്ന തുക എമൗണ്ട് എ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. പി എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, പക്ഷെ അതിനെ നമ്മൾ 100% എന്ന് വിളിച്ചിട്ടുണ്ട്. 100%. ഓക്കെ, പ്ലസ് ഐ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഓരോ വർഷം 12% ഇൻട്രസ്റ്റ് ബാങ്ക് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ എത്ര വർഷം നിക്ഷേപിച്ച്? 15 വർഷം നിക്ഷേപിച്ച്. അപ്പോൾ ഒരു വർഷം 12% വെച്ച് 15 വർഷം, 12 × 15 എത്ര? 180%. ഇത്രയും നമുക്ക് പലിശ ഇനത്തിൽ ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരു വർഷം 12% വെച്ച് 15 വർഷം, 12 × 15 അറിഞ്ഞൂടെ എത്ര? 180%. ഇപ്പൊ 180% പലിശ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും 15 വർഷം കൊണ്ട്. അപ്പൊ ആ ഇൻട്രസ്റ്റ് 180% കൂടെ നമ്മൾ ആഡാക്കുന്നു. അങ്ങനെ 100 180 കൂടെ ചേർന്ന് 280% ആയിട്ടായിരിക്കും ഈ 15 വർഷം കൊണ്ട് നിൽക്കുന്ന ഈ 4760 രൂപ എന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് 100%, ഇൻട്രസ്റ്റ് 180%, രണ്ടുകൂടെ ആഡ് ചെയ്യുന്നതാണ് തിരികെ ലഭിക്കുന്ന തുക 280%. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 280% 4760. 15 വർഷം കൊണ്ടായി തീർന്ന 4760. സംഭവം മനസ്സിലായല്ലോ? തിരികെ ലഭിക്കുന്ന തുക ഇത് എ ആണ്. ഈ എ എന്ന് പറയുന്നതിനകത്ത് പിയും ഉണ്ട് ഐയും ഉണ്ട്. 15 വർഷം കൊണ്ട് ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. പി പ്രിൻസിപ്പൽ എമൗണ്ട് 100% ആണ്. ഐ എന്ന് പറഞ്ഞാൽ 12% ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ 15 വർഷം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ 12% × 15 150% ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് 180%. അപ്പൊ 100 + 150 280% ആണ് എ എന്ന് പറയുന്നത്. എ എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? 4760. അപ്പൊ 280% ആണ് 4760. നിക്ഷേപിച്ച തുക എത്രയാണെന്ന ചോദ്യം? നിക്ഷേപിച്ച തുക പി എപ്പോഴും 100% ആണ്. അപ്പൊ 100% ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ സാധനം കണ്ടെത്താൻ നമ്മളിത് ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, എതിരെ നിൽക്കുന്ന സംഖ്യ ഗുണിക്കുക. ഈ വരയ്ക്കാത്ത ഒരാളേ ഉള്ളു, ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കാൽക്കുലേഷന് ഇവിടെയുള്ള സ്ഥാനം കിട്ടും. നോക്കാം, എതിരെയുള്ള സ്ഥാനങ്ങൾ ഗുണിക്കുക. 100 × 4760 ബൈ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥാനം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 280. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യയുടെ കട്ട്. ഈ 476-നെ 28-നെ നമുക്ക് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യം 4 വെച്ചൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. 7 6 42, 56, 7 വെച്ച് കട്ട് ചെയ്യാം. 476-നെ നിങ്ങൾ 7 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. 7 6 42, 5 6, 8 7 56, 0. അപ്പൊ 476-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പം 68. ഓക്കെ, ഇവിടെ വെച്ച് മിസ്റ്റേക്ക് പറ്റിപ്പോയി, കട്ട് ചെയ്തത് പ്രശ്നം പറ്റി. 28-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പം 4.
ശരിയല്ലേ? 68 താഴെ 4. 68നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 68നെ നമുക്ക് 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഒരു 4 4, 2 8, 7 4 28 0. അപ്പൊ 4ഉം 68 കൂടെ കട്ട് ചെയ്ത് 17. 17 × 100 1700 എന്നുത്തരം കിട്ടും. 1700 ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. 1700 നിക്ഷേപിച്ച തുക 1700. ഓക്കെ, ഓപ്ഷനിൽ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവ ഒന്നും അല്ല എന്നുള്ളത് കൽപ്പിക്കുന്നു. ഓക്കെ എന്ന് വിചാരിക്കുന്നു.